മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ ചുറ്റിപ്പറ്റിയാണല്ലോ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത്. ശവംതൂക്കികളാണ് കോൺഗ്രസ് എന്ന് CPM നേതാവ് M. സ്വരാജ് ആരോപിച്ചപ്പോൾ CPM ആണ് കേരള രാഷ്ട്രീയത്തിലെ ശവംതൂക്കികളെന്ന് കോൺഗ്രസ് നേതാവ് രാജു P. നായർ പ്രത്യാരോപണം നടത്തി. ഇതോടെയാണ് ഈ വിഷയം ഇപ്പോൾ കത്തിപ്പടർന്നത്. ഇത് സംബന്ധിച്ച ചോദ്യമാണ് വോട്ട് കമന്റ് ഇന്ന് മുന്നോട്ട് വെച്ചത്. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ വയനാട് ഫണ്ടിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. 29,000 പ്രേക്ഷകരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ പൊരുത്തക്കേട് ഉണ്ടെന്ന് 52% പ്രേക്ഷകരും 45% പേർ ഇല്ലെന്നുമാണ് പറഞ്ഞത്. 3% പേർ അഭിപ്രായമില്ലെന്ന് വ്യക്തമാക്കി. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ പരിശോധിക്കാം. കവിത, കമന്റ് പറയുന്നതിന് മുന്നേ കവിതയുടെ കമന്റ്. എൻ്റെ കമന്റ് പറയാം. അതായത് നമ്മൾ കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നിരന്തരമായി ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു കണക്ക് എവിടെ കോൺഗ്രസ്, കണക്ക്. ഭരണപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് 5,38,00,000 രൂപ ആണ് ആപ്പിൽ വന്നിട്ടുള്ളത്, അല്ലേ, പിരിഞ്ഞു കിട്ടിയതെന്നാണ് കണക്ക്. അപ്പോൾ ഇവർ പറയുന്നത് തോട്ടം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നൽകിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ച സമയത്ത് 3 ഏക്കറിലധികം ഭൂമി അവർ ആദ്യഘട്ടത്തിൽ വാങ്ങിച്ചു. അതിന് അവർക്ക് ഏകദേശം 3,68,00,000 ചില്ലാനും രൂപ ചിലവായി എന്നാണ്. രണ്ടാം ഘട്ടമായിട്ട് 2.18 ഏക്കർ ഭൂമി അവർ വാങ്ങിച്ചു. അതിനവർക്ക് 2,50,00,000 മേലെ പൈസ ചിലവായി. ഇത് രണ്ടും കൂടി വരുമ്പോൾ തന്നെ ഏറെക്കുറെ 5 കോടി കഴിഞ്ഞു. ഇത് പോരാഞ്ഞിട്ട് 97,00,000 രൂപ അവര് നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ എന്തിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് വേറെ, ഇത് വേറെ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാതെ ഇനിയും അതിന് ഫണ്ട് വേണം, അതിന് നേതൃത്വം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് ഇനി വീടുണ്ടാക്കാൻ പൈസ ഇല്ല. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയണം. നമ്മൾ ഈ 5.38 കോടിയിൽ 1 മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് ഉണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കൂടി ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എന്നിട്ടും ഫണ്ടില്ല, അതായത് വീട് വെക്കാൻ ഫണ്ടില്ല. ഓക്കെ, അപ്പം അതായത് ഇവർ പറഞ്ഞിട്ടുള്ളതേ ഇനിയിപ്പോൾ വീട് വെക്കാനുള്ള പൈസയും KPCCയും അതുപോലെ തന്നെ നേതൃത്വം എല്ലാം കൂടി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് പിരിച്ചെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇവർ ചോദിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഇപ്പം അബിൻ വർക്കി വന്നിട്ട് DYFI വെല്ലുവിളിച്ചു, എവിടെ നിങ്ങളുടെ കണക്ക്. അതിന് കൃത്യമായി സ്റ്റേറ്റ് സെക്രട്ടറി സനോജ് പോസ്റ്റ് ഇടുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കണക്ക് അവിടെ തിരിച്ചു ചോദിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ കണക്ക് ചോദിക്കുമ്പോഴൊന്നും പറയുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് VD സതീശൻ മാധ്യമങ്ങളെടുത്ത് വന്നിട്ട് പറയുന്നത് എന്താ, ഞങ്ങൾ വീട് പണി തുടങ്ങി, തറക്കല്ലിട്ടു എന്നൊക്കെയാണ്. എന്നിട്ട് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞു, ഓക്കെ, നമ്മളത് കണ്ടതാണ്. പക്ഷെ വീട് പണി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്തിനായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വീടുണ്ടാക്കാൻ പൈസ ഇല്ല എന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വീടുണ്ടാക്കി ബാക്കി തുടങ്ങണമെങ്കിൽ പൈസ ഇല്ലല്ലോ, അതിനെ പൈസ വരണം. പക്ഷെ നിർമ്മാണം തുടങ്ങി എന്നുള്ളതാണ് VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അതായത് നിർമ്മാണ പ്രവർത്തി. അതെ. അപ്പം എന്തായാലും അങ്ങനെയുള്ള ഒരു മൊത്തത്തിൽ സംശയത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്കിന്ന് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. വളരെ രസകരമായ കമൻറ്റുകളാണ്. അപ്പോൾ ആ കമൻറ്റുകൾ വളരെ കുറച്ച് കമൻറ്റുകളിലേക്ക് പോയാൽ ആദ്യം അനീഷ് ജെയിംസ് പറയുന്നത് പകൽ പോലെ വ്യക്തം ഫണ്ട് അടിച്ച് മാറ്റിയിട്ടുണ്ട് എന്നാണ്. സഹല് പറയുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉറപ്പാണ് ഇതൊരു ഉഡായിപ്പ് കണക്കാണെന്ന്. സന്തോഷ് പറയുന്നു ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണെങ്കിൽ അവർ കട്ടിട്ടും മുക്കിയിട്ടും ഉണ്ടാവും, 110% ഉറപ്പെന്നാണ് പറയുന്നത്. ബിനു ബാലക്കൽ പറയുന്നത് അവസാനം ഗതിയില്ലാതെ തട്ടിക്കൂട്ട് കണക്കുമായി വന്നതാണെന്ന്. ശശി മാധവൻ പറയുന്നത് മൊത്തത്തിൽ ഉഡായിപ്പാണ്, ഭരണം കിട്ടിയാൽ അഴിമതി നടത്തി വീടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതായത് ഈ കണക്കുകൾ പുറത്തുവിടുക എന്ന് പറയുന്നതിനിടയ്ക്ക് ഈ കണക്ക് ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ പുറത്ത് വിട്ടല്ലോ, അത് പുറത്ത് വിട്ട കാര്യത്തിൽ എനിക്ക് തോന്നി ഈ നേതാക്കന്മാർക്കിടയിൽ ഒരു കൃത്യമായിട്ടുള്ള ഏകോപനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ കണക്കിനെ കുറിച്ച് ഇല്ലായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. ഈ പുറത്ത് വന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ VD സതീശനോട് ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസം കൂടി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ VD സതീശൻ VD സതീശൻ രോഷാകുലനാവുകയാണ് അവരുടെ അടുത്തൊക്കെ. അതെന്തിനാണ് നിങ്ങൾ അറിയുന്നത്, ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം. മുഖ്യമന്ത്രി ചോദിച്ചപ്പോഴും ഇതേ മറുപടി പറഞ്ഞു, മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പിന്നെ ഇതേപോലെ ഭരണപക്ഷം LDF ചോദിക്കുമ്പോഴൊക്കെ ഇതേ മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം സണ്ണി ജോസഫ് വന്നിട്ട്
ഈ 5.38 കോടിയുടെ കണക്ക് അവതരിപ്പിക്കുന്നത്. ഇത് ഏറ്റവും രസം, ഇതിൻ്റെ ഈ കണക്ക് അവതരണമായിരുന്നു രസമായത്. ഇത്രയും വിമർശനങ്ങൾ ഉയർന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ ഉയർന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സമാഹരണം നടക്കുകയാണ്. അതും എന്താ പറയുക, കോൺഗ്രസ് മൊത്തത്തിൽ ഇതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തിന് അതിൻ്റെ കണക്ക് അവതരിപ്പിക്കുമ്പം ആ കണക്ക് അവതരിപ്പിക്കുന്നത് ഒരു തുണ്ടുകടലാസിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടത്തിൽ ഇത്രയും നമുക്ക് കൃത്യമായിട്ട് എവിഡൻസ് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു KPCC അധ്യക്ഷൻ പത്രസമ്മേളനത്തിൽ മുന്നിൽ വന്നിരുന്ന ഒരു കടലാസിൽ കണക്കെഴുതി അവതരിപ്പിക്കുകയാണ്. ഒരു നോട്ടീസിൻ്റെ പുറകിലോ മറ്റൊരു ചെറിയ കഷ്ണം, ഒരു തുണ്ടുകടലാസിൽ ഒരു കണക്ക് എഴുതി ഇങ്ങനെ വെക്കുകയാണ്. അല്ല, ഇതാണ് ആ രേഖ. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഒരു അക്കൗണ്ട് ഉണ്ട്, ധനലക്ഷ്മി ബാങ്കിലാണ് ഇവർക്ക് അക്കൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ആപ്പുണ്ട്, ആപ്പിൻ്റെ കാര്യം നമുക്കിപ്പോൾ അറിയത്തില്ല എന്തായെന്ന്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവില്ലേ? ഇല്ലേ? ഇതിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവില്ലേ? എന്തിന് വെറുതെ ധനലക്ഷ്മി ബാങ്കിൽ പോയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പോരെ? അതിൻ്റെ കൃത്യമായിട്ടുള്ള വന്നതും ചെലവഴിച്ചതും പോയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് അതിനകത്ത് ഉണ്ടാവില്ലേ? സ്റ്റേറ്റ്മെൻറ്റിലുണ്ടാവില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഇതാണ് ഞങ്ങൾ പിരിച്ച പൈസ, ഇതാണ് നിങ്ങൾക്ക് ഇനി എന്താണ് കൂടുതൽ അറിയേണ്ടതുള്ളത്, ഞങ്ങൾ ഇത്ര തുക ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ എത്ര ട്രാൻസ്പെറൻ്റ് ആയനെ അത് ശരിക്കും UDF ഒരു വിന്നായനെ അവിടെ. അല്ല, നമ്മളിത് മുമ്പ് നമ്മൾ തന്നെ ഈ പരിപാടിക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ KPCCയുടെ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പം അവരത് കണക്ക് പുറത്തു വിട്ടാൽ സാഹചര്യത്തിൽ അവർക്ക് അത് ഒരു ആവുമായിരുന്നു. പക്ഷേ ഇപ്പൊ ചെയ്ത പരിപാടി അത് ഉള്ള ക്രെഡിബിലിറ്റിയും കൂടെ നഷ്ടാവുന്ന ഒരു പരിപാടിയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു എവിഡൻസ് കൃത്യമായിട്ട് മുന്നിൽ വെക്കാവുന്ന ഒരു കാര്യത്തിന് വളരെ വേഗമായിട്ട് വന്നിട്ട് ഇന്ന തുക കിട്ടി, ഇന്ന ഇതാക്കി, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ബാക്കി കാര്യങ്ങൾ എന്താണ്, എത്ര വന്നു, എത്ര ആരൊക്കെ തന്നു, ഒന്നുമില്ല. ഇത്ര തുക വന്നു, ഇത്ര ഞങ്ങൾ ചെലവഴിച്ചു, ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ, തീർന്നു. കുറച്ചുകൂടെ കമൻറ്റ് വായിക്കാം. അതെ, കുറച്ചുകൂടെ കമൻറ്റ് വായിക്കാൻ തോന്നുന്നു. ഒരു പ്രകാശ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ ചർച്ചയായപ്പോൾ തട്ടിക്കൂട്ട് കണക്ക് പുറത്തുവിട്ടു, പിരിച്ചത് യഥാർത്ഥത്തിൽ 50 കോടിയോളമാണെന്നാണ് കേൾക്കുന്നത്, ശരിക്കും കള്ളന്മാർ തന്നെ. അതുകൊണ്ടാണ് ഇപ്പം ഈ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള കണക്കില്ല, അതുകൊണ്ട് ഇനി വരുന്ന സ്ക്രീൻഷോട്ടുകൾ സത്യമാണെന്നല്ലേ ആളുകൾ വിശ്വസിക്കുള്ളൂ. പിന്നെ അനീഷ് പറയുന്നുണ്ട്, ആദ്യമായിട്ടായിരിക്കും പ്രതിപക്ഷ മുന്നണിക്കെതിരെ ഫണ്ട് മുക്കിയതിന് അഴിമതി ആരോപണം വരുന്നത്. അതും ശരിയാണ്. അത് ഫർഹാനും ഇത് തന്നെ പറയുന്നുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഭരണപക്ഷത്തിൻ്റെ അഴിമതി പറഞ്ഞാണ് പ്രതിപക്ഷം വോട്ട് പിടിക്കാറുള്ളത്, ഇതിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അഴിമതി പറഞ്ഞാണ് ഭരണപക്ഷം വോട്ട് പിടിക്കുന്നത്. അതൊരു കറക്റ്റായ പോലൊരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. അവര് തന്നെ അതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതെ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്, ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാട് ഫണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ രക്തസാക്ഷിയെന്നും സർക്കാരിൻ്റെ വീടെന്നും പറഞ്ഞ് കുങ്ങികൾ മെഴുകുന്നത്. ഈ ചോദ്യത്തെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല എന്നർത്ഥം എന്ന് പറയുന്നുണ്ട്. നമ്മളെ ഈ കമൻറ്റുകൾ കാണുമ്പോൾ ഈ കോൺഗ്രസിന് കാലങ്ങളായിട്ടുള്ള ആരോപണമാണ്, വിമർശനമാണ് ഈ അഴിമതി എന്ന് പറയുന്ന സാധനം. ആക്ച്വലി അവർ ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴെങ്കിലും അവർ കുറച്ച് കാര്യങ്ങളിൽ അവർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ എപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ ഫണ്ട് എവിടെ, ഇവരുടെ ഫണ്ടിൻ്റെ കണക്ക് എവിടെ എന്നുള്ളത് പറയാൻ ഏത് കാലം ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഇവർ പുറത്ത് വിടുമ്പോൾ അതിൽ ഇവർ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധമെങ്കിലും ഈ പുറത്ത് വിടുന്ന ആളുകൾക്ക് വേണ്ട. എനിക്ക് തോന്നുന്നത് VD സതീശൻ ഈ കണക്കിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. ഇവർക്ക് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ് കണക്ക് പുറത്ത് വിട്ടതിന് ശേഷം VD സതീശൻ പറയുന്നത് കേട്ട് പുള്ളി ദേഷ്യപ്പെടുകയാണ്. പുള്ളി ആരോടാ ദേഷ്യപ്പെടുന്നത്? അല്ല, ഇത് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവര് ഫണ്ട് സംഭാവന ചെയ്ത ആൾക്കാരില്ലേ, അവർക്ക് അറിയണം. വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച ജനതയ്ക്ക് മുന്നിലാണ് ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. പണ്ടത്തെ കാലമല്ല, നമ്മളൊരു വാഗ്ദാനം കൊടുത്താൽ ആ വാഗ്ദാനം എന്തായി എന്ന് ആളുകൾ ചോദിക്കും. അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് എവിടം വരെ എത്തി എന്ന് ചോദിക്കും. അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതിന് തെളിവുകളും ഉണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ഇൻഫ്ലുവൻസർ ഇല്ലേ, അതായത് വയനാട്ടിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസർ, വയനാട്ടിൽ അയാൾ സ്വന്തം കീശയിൽ പൈസ എടുത്തിട്ട് വീട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അയാളോടത്ത് ഇപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ വീട് എവിടെയാണ്? പുള്ളി ഇപ്പോൾ സ്ഥാനാർത്ഥിയും കൂടിയാണ്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഫണ്ടിന്റെ കാര്യം തന്നെ ആദ്യം ഇവർ പറഞ്ഞു KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ ഉള്ളതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിൽ കൊടുത്തപ്പം അങ്ങനെയൊന്ന്
ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണക്കില്ല കണക്കില്ല എന്ന് പറഞ്ഞു. വന്നിട്ടില്ല അതില്. ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട്, ധനലക്ഷ്മി ബാങ്കിന്റെ കാര്യം വരുന്നത് ഇന്നലെയാണ്. ധനലക്ഷ്മി ബാങ്കിന്റെ പേര് കേൾക്കുന്നത്. അതെ. അത് അപ്പോൾ അതുവരെ ഫണ്ട് എവിടെ, കണക്ക് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നിടത്ത് അവസാനം ഇവരൊരു വിധം കണക്ക് പുറത്ത് വിട്ടു. കണക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ പിന്നെ ഈ പറയുന്ന 5 കോടി 5 കോടി ഈ കൊടുത്ത ആളുകൾക്കൊരു കണക്കുണ്ടാവുമല്ലോ. ഇതെങ്ങനെയാണ് ഇവരുടെ മൊത്തത്തിലുള്ള കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോയി എന്നാണ് എനിക്ക് ഇവരുടെ ഈ ഒരു പൊതുവിലുള്ള ഈ സാധനം കാണുമ്പോൾ മനസ്സിലായി. പിന്നെ ഇവർക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ ഭൂമി തന്നില്ല എന്ന് പറഞ്ഞു. അത് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതും പോയി. ഇപ്പൊ ഇനി എന്തോ പറയുന്നുള്ളതാണ്. ഈ പിരിച്ച പണം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പോലും ഇവർക്ക് അറിയില്ല. ഇനി ശരി 5 കോടിയാണ് ഇവർക്ക് കിട്ടിയത്. ഈ 5 കോടി ഇവരെങ്ങനെ വിനിയോഗിച്ചു? അതിൽ പിന്നെ ഭൂമി മേടിക്കാനും പിന്നെന്തിനായിരുന്നു 2 തവണ ഭൂമി ഈ 5 കോടി എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പോലും ഇല്ലാതെയാണ്, ധാരണയില്ല എന്നുള്ള. അതാണോ നമ്മൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അവര് ഒന്നുമില്ലെങ്കിൽ ഇനി ജയിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഉണ്ടാക്കേണ്ട ആളുകളല്ലേ ഇവര്? വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഇത്ര ലാഘവത്തോടെയാണോ ഇവര് ഇതുപോലെ ഇത്ര വലിയൊരു ഫണ്ടിങ്ങിന് കണ്ടത്? ഈ ഇത്ര വലിയ ദുരന്തത്തിന് ഇവര് കണ്ടത്? ഇവരെന്താണ് ഇവരൊരു പേപ്പറും കൊണ്ട് വന്നു കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ് ഇവർക്ക് ചുറ്റുമുള്ളത് എന്നായിരുന്നോ ഇവർ വിചാരിച്ചത്? അങ്ങനെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ആ ധൈര്യം കാണിച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന കമന്റ് ഇപ്പൊ പീതാംബരൻ പറയുന്നത്, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു ഫണ്ട് പിരിവും ലക്ഷ്യം കണ്ടിട്ടില്ല. എന്റെ ഓർമ്മയിൽ CM സ്റ്റീഫൻ സ്മാരകം ഫണ്ട് മുതൽ ഇങ്ങോട്ട് എല്ലാ ഫണ്ടുകളും മുക്കി. K കരുണാകരൻ സ്മാരകത്തിന് സർക്കാർ സ്ഥലം കൊടുത്തു, 3 തവണ പിരിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ടും സ്മാരകം മാത്രം ഉയർന്നില്ല. വിജയലക്ഷ്മി പറയുന്നു, ഫീലിംഗ് വെറീഡ് അബൌട്ട് പീപ്പിൾ ഹൂ സ്റ്റിൽ ബിലീവ് ദം. നോ ക്രെഡിബിലിറ്റി, നോ റിലയബിലിറ്റി, നോ അക്കൗണ്ടബിലിറ്റി. സനിമോൻ പറയുന്നു, ഇത്ര വലിയ വഞ്ചന ദുരിതബാധിതരോട് കാണിക്കാനില്ല. കോൺഗ്രസിന്റെ ചതിയുടെ രാഷ്ട്രീയം കാലം വിലയിരുത്തട്ടെ. 5 പൈസ കയ്യിലില്ല എന്നറിഞ്ഞിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും കൊണ്ടുപോയി കല്ലിട്ട ഗാന്ധിമാരുടെ തൊലിക്കട്ടി ഭയങ്കരം. ഇത്രയും ഇവര് കേൾക്കേണ്ട കാര്യം, പറയിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇത് കണക്ക് പുറത്തു വിടുമ്പോൾ അത് വൃത്തിക്ക് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അത് മാത്രമല്ല, ഇവര് ഈ കണക്ക് ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവരെന്തിനാ ഇത്രയും അത് മനസ്സിലായില്ലേ എന്തിനാണ് ഇവരിത് ഇത്രയും ലേറ്റ് ആക്കിയതെന്ന് മനസ്സിലായല്ലോ. അവർക്ക് നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലാണ് അവരിതിപ്പോ പുറത്തു വിടുന്നതെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഷാഫി പറമ്പിലായാലും രമേശ് ചെന്നിത്തല VD സതീശനായാലും പറഞ്ഞത്, ഷാഫി പറമ്പിൽ പറയുകയാണ് ഇനി വീട് വെക്കാൻ ഇനി ആരുടെ പൈസ പിരിക്കുന്നില്ല, ആരെങ്കിലും തന്നാൽ സ്വീകരിക്കും. വീട് വെക്കാനുള്ള പൈസ AICC KPCC ഫണ്ട് അവരങ്ങനെ ചെയ്യും. പിന്നെ ഇവർ ഇത്ര നാൾ എന്തോ ചെയ്യുമായിരുന്നു? സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുമല്ലോ, എന്തോ ചെയ്യുമായിരുന്നു ചോദിക്കും. അല്ല, നമ്മളിപ്പോൾ ഇവർ ഈ സ്ഥലത്തിൻ്റെ ഒക്കെ കണക്ക് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗ് അവർ സ്ഥലം ഏറ്റെടുക്കുന്നത്, അതായത് സെന്റിന് 30,000 രൂപ വിലയുള്ള ഭൂമി അവർ 1.25 ലക്ഷം ഇതിനാണ് അവരത്, അതായത് മതിപോലെ കൂട്ടിയാണ് അവർ വാങ്ങുന്നത്. അങ്ങനെ അതായത് നിങ്ങൾ നോക്കൂ, ഒരു സെന്റ് ഭൂമിക്ക് 1.25 ലക്ഷം വെച്ചിട്ടാണ്. ഇതുപോലും കണക്കുണ്ട്. പക്ഷെ ഇവർ ഇത്ര ഏക്കർ ഭൂമി ഇത്ര കോടിക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സെന്റിന് എത്ര, ഞങ്ങൾ ഇതിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് ഇവർക്കില്ല. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അവർ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു, 105 വീടുകൾ പറഞ്ഞു, അതിൽ 51 വീടുകളുടെ പണി പൂർത്തിയാക്കി ആളുകൾ കയറി താമസിച്ചു തുടങ്ങി. അതായത് താക്കോൽദാനം ചെയ്തു, താക്കോൽ നൽകി ആളുകൾ താമസം തുടങ്ങി. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി, ഫർണിച്ചർ അടക്കമുള്ള ഗ്രൈൻഡറും ഫർണിച്ചറും അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി ആളുകൾ അവിടെ താമസം തുടങ്ങി എന്നുള്ളതാണ് അതിലെ കാര്യം. ഇവിടെ ഇപ്പം ഇവർ CPM-നെയും DYFI-നെയും ഒക്കെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ കണക്ക് പുറത്തുവിടൂ എന്ന് പറയുന്നു. ഇവരൊക്കെ കണക്ക് പുറത്തുവിട്ടിട്ടും യൂത്ത് കോൺഗ്രസിനും ഇത്രയും കാലം കണക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. മുസ്ലിം ലീഗ് പറയുമ്പം കോൺഗ്രസിന്റെ അത്ര എത്രയോ ചെറിയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മലബാറാണ് അവരുടെ ഒരു സ്വാധീന ഏരിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഇത്ര കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ഇപ്പം അവർ പറയുന്നുണ്ട് അവർക്ക് സർക്കാരിൻ്റെ സഹായം, ഇപ്പം ഭൂമി തരം മാറ്റുന്നതിലൊക്കെ അവർ സർക്കാരിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതായത് സർക്കാരിനോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്തതെന്നുള്ള കാര്യങ്ങളടക്കം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒന്നിനും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട. ഓക്കെ, ഇതിൽ കമൻറ്റും കൂടി വായിച്ചിട്ട് പോകാൻ തോന്നുന്നു. ഇപ്പോൾ ഒരു ഗോഡ് ഓഫ് മിസ്ചീഫ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമൻറ്റ് പറയുന്നത്,
ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് അത് കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സുനിൽ പറയുന്നു 10,000 രൂപയുടെ ആപ്പിന് 9 ലക്ഷം, ഇത് തന്നെ തട്ടിപ്പാണെന്ന്. രഘുനാഥൻ പറയുന്നത് പണം പിരിച്ച ആപ്പ് പോലും ഇല്ലാതാക്കിയ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ കേരളം തന്നെ ഇല്ലാതാകും എന്നാണ്. നസീം പറയുന്നു ആപ്പ് മുക്കിയപ്പോഴേ അറിയാം മുക്കാനാണെന്ന്. അതിൽ സജി ഇബ്രാഹിം പറയുന്നത് ആപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ആപ്പ് അപ്രത്യക്ഷമാകുന്ന സമയം വരെ ആപ്പിലൂടെ കിട്ടിയ പണത്തിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് PDF ആയി കോൺഗ്രസ് പുറത്തുവിടട്ടെ. സണ്ണിച്ചേട്ടൻ കടലാസിൽ എഴുതി കൂട്ടിയ കണക്കൊക്കെ ഏതെങ്കിലും വിവരമുള്ള കോൺഗ്രസ്സുകാരെങ്കിലും വിശ്വസിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതെ, ഈ ആപ്പ് സംബന്ധിച്ചിട്ടേ നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ആപ്പ് സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഡൗട്ടും ഉണ്ട്. ഈ ആപ്പ് എവിടെ പോയി എന്നുള്ളൊരു ഡൗട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് സുനിൽ രാജ് പറയുന്നുണ്ട് കോൺഗ്രസിന് കോൺട്രിബ്യൂഷൻ കൊടുത്തവരുടെ ലിസ്റ്റ് ഇട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പിന്നെ അവരായി അവരുടെ പാടായി, അത്രേ ഉള്ളൂ. അതിനകത്ത് അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അഹമ്മദ് പറയുന്നുണ്ട് പൊരുത്തപ്പെടുന്നില്ല, മാത്രമല്ല 54 കോടിയിലധികം ആപ്പിൽ കാണിക്കുന്നതിനുള്ള സ്ക്രീൻഷോട്ട് എങ്ങനെ വന്നു. അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതിനകത്തൊരു എന്താ പറയുക വ്യാജ സ്ക്രീൻഷോട്ടുകളൊക്കെ ആയിരിക്കും ഇവർ പറയുന്ന പോലെ. എന്നാൽ കൂടിയും ഒരു കണക്ക് കൃത്യമായിട്ട് വിട്ടിരുന്നെങ്കിൽ ഇത്തരം സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ പിരിച്ച തുക ഇലക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഏപ്രിൽ 9 ശേഷം യഥാർത്ഥ കണക്കുകൾ പുറത്തു വരികയും യാതൊരു നാണവുമില്ലാതെ വീട് ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബിബിൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആപ്പിനായിട്ട് ഇതിൻ്റെ ഈ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ആപ്പിനായിട്ടുള്ള തുകയും ചെലവഴിച്ചിട്ടുള്ളത്. 9 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം ഈ ആപ്പ് കാണുന്നില്ല. ഈ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ആപ്പിന്റെ ഉടമ, അതായത് ന്യൂസ് മലയാളത്തോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് സ്പൈൻ കോഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത്. അതിന്റെ ഉടമയുടെ പേര് അഷ്ഹർ എന്നാണ്. അഷ്ഹർ ഇന്ന് വന്ന് പറഞ്ഞത് ഈ ആപ്പ് പിൻവലിക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത് 3.78 കോടി രൂപയാണ്. അത്രയാണ് ആകെ പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത്, ആപ്പിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ആപ്പ് 7 മാസത്തോളം ഈ ദുരന്തം നടന്ന് ഒരു 7 മാസത്തോളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ മറ്റോ ആണ് ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഇവർ ഇത് പിരിവ് തുടങ്ങിയത്, ഫണ്ട് ശേഖരണം തുടങ്ങിയത്. മാർച്ച് വരെയാണ് ഇവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 25,000 താഴെ ആളുകളാണ് 25,000 താഴെ ആളുകൾ മാത്രമേ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ തുക വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ പിന്നെ ഫണ്ട് ശേഖരണം തുടങ്ങിയത് താമസിച്ചിട്ടാണ്. അതേസമയം മുസ്ലിം ലീഗിന്റെ ആപ്പ് ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. അപ്പം അവർക്ക് പിരിഞ്ഞു കിട്ടിയത് എത്ര രൂപയാണ്? 40 കോടി രൂപ. അത് ആ ചെറിയ കോൺഗ്രസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം എത്ര ചെറിയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് ആലോചിക്കണം. അവർക്ക് ആപ്പിലൂടെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് 40 കോടി രൂപ. അപ്പം പറയുന്ന അത് പക്ഷേ തുടക്കം മുതലേ, അതായത് ഈ ദുരന്തം നടന്ന ആ സമയത്ത് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഫണ്ട് ശേഖരണം നടന്നിരുന്നു. അതുകൊണ്ടാണ് അത്രയും കൂടുതൽ തുക ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷേ ഇതിനകത്ത് ഏറെക്കുറെ ചെറിയ പൈസ എങ്ങാണ്ട് ഈ ആപ്പിലേക്ക് കാര്യം പറയുമ്പോൾ പിന്നെ ഈ 9 ലക്ഷം രൂപയ്ക്കാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 9 ലക്ഷം രൂപ ഉണ്ടാക്കിയ ആപ്പിൽ 1 ലക്ഷം രൂപ വരെ ആപ്പ് വഴി കൊടുക്കാൻ പറ്റും. അതിലെന്തോ ടെക്നിക്കൽ ഇതാണ്. അത് 1 ലക്ഷം രൂപ കൊടുക്കാം, ചെക്ക് വഴി ആഡ് ചെയ്യണം. ഈ ചെക്ക് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ അക്കൗണ്ടിൽ ബാങ്കിൽ കൊടുത്ത് അത് കൃത്യമായിട്ട് അവിടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന് ശേഷം അത് ആപ്പിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അങ്ങനെയാണ് ബാക്കി പൈസ റിഫ്ലക്ട് ആവുള്ളൂ. അതിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാലേ പിന്നെ 1 ലക്ഷത്തിന്റെ മുകളിലുള്ളതാണെങ്കിൽ അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ട്രാൻസാക്ഷൻ അത് പിന്നീട് ആപ്പിൽ ചേർക്കും. അങ്ങനെയാണെങ്കിലും ഈ 5 കോടി മതിയാവില്ലല്ലോ, കണക്ക് ചേർക്കുന്നുണ്ടല്ലോ. ആപ്പിലൂടെ വരുന്ന പൈസയല്ല, പക്ഷെ ബാങ്കിലുള്ള രേഖ ഇതിനകത്ത് ചേർക്കുന്നല്ലേ പറയുന്നത്. ഇതിലിപ്പം ഞാൻ ആലോചിക്കുക, ഇതിപ്പോൾ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 25,000 പേരാണ്, അവരൊരു 1000 രൂപ വെച്ചിട്ടാണെങ്കിലും ഒരു മനുഷ്യനെ ഇടുവാണെങ്കിൽ ഉണ്ടാവും ഒരു 3 കോടിയുടെ അടുത്ത്. എന്നിട്ട് അപ്പം ലക്ഷങ്ങൾ സംഭാവന ചെയ്ത മനുഷ്യന്മാരുണ്ട് ഇതിനകത്തേക്ക്. എന്നിട്ട് എങ്ങനെ പോയാലും കൂട്ടിയിട്ട് അതങ്ങ് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. പക്ഷേ ഇതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, ക്ലിയർ ആണ്. അവർ കൃത്യമായിട്ട് അതിനകത്ത് അഷ്ഹർ പറയുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് പിന്നെ ഇവര് കോൺഗ്രസ്സുകാർ പറഞ്ഞു 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആപ്പ് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? കൃത്യമായിട്ടുള്ള ഫണ്ട് വരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഫണ്ട് വരുന്നില്ല, അതുകൊണ്ട് പക്ഷേ എന്ത് ആപ്പ് ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും
ഇത്രയും പൈസയുടെ പോക്ക് നടന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, ഇത്രയും പൈസ മുടക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അത് ഒഴിവാക്കാൻ പറയുമ്പോൾ നിസ്സാരം അതിന്റെ ഹിസ്റ്ററി എങ്കിലും എടുത്തു വെക്കില്ലേ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്കിലും എടുത്തു വെക്കില്ലേ? അത് ചെയ്തിട്ടില്ല. 5 കോടിയല്ല 54 കോടി രൂപയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ക്രീൻഷോട്ടുകൾ വരുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകൾ വരേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചത് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യമല്ലേ? അതുകൊണ്ട് അതാ പറഞ്ഞ ഈ ട്രാൻസാക്ഷന്റെ ഒക്കെ വിവരങ്ങൾ കൃത്യമായിട്ട് ഈ ആപ്പിലൂടെ ഉണ്ടാവുമല്ലോ. 9 ലക്ഷം രൂപ മുടക്കിയ ആപ്പാണ്, അതിനകത്ത് ട്രാൻസാക്ഷന്റെ വിവരങ്ങളില്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവരിത് ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കേണ്ട ഒരു വ്യാജ സ്ക്രീൻഷോട്ടുകളൊക്കെ ആണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരിതിനെ എത്തിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതുണ്ട്. 7 മാസം ആണ് ഈ ആപ്പ് വഴി പിരിവ് നടത്തിയെന്നാണ് പറയുന്നത്. 7 മാസം പിരിച്ചിട്ട് ഇവർക്ക് കിട്ടിയത് ഇത്രയും അത് പിന്നെ വേറെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, ഇത്ര ആൾക്കാർ ഇത്ര സംഭാവന നൽകിയിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ട്. സരിനടക്കം ഈ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് കഴിഞ്ഞ ഇന്ന് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ വേഗമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതലാണ് വരുന്നത്. ഇതിപ്പോ എന്താ പറയുക, LDFന്റെ മാത്രം സംശയം അല്ലെങ്കിൽ കുറച്ച് CPM ഉന്നയിക്കുന്ന സംശയം ഒന്നും അല്ല. ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. നമ്മുടെ കമന്റ് ബോക്സ് നോക്കി ഞാൻ ഇതുവരെ ഇത്രയും കമന്റുകൾ നമ്മുടെ ഒരു ഇതിലും കണ്ടിട്ടില്ല. നമുക്ക് 2000-ഓളം കമന്റുകൾ വന്നിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട്. മൊത്തം കമന്റ് ഇതാണ്, ഇവരിതെവിടെ എന്താക്കി, ഇതിനകത്ത് എന്താ പൊരുത്തക്കേടുകൾ ഉള്ളത്, ഇത്തരം കമന്റുകളാണ്. അതായത് ഇത് ഭരണപക്ഷത്തിന് മാത്രം അറിഞ്ഞാൽ പോരാ, ജനങ്ങൾക്കും അറിയണം. കാരണം അവര് കൊടുത്ത പൈസയുടെ കണക്കാണ്. അതെ, അല്ല ഇതിലിപ്പോ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ സമയത്തും എത്രയോ ആകെ 7 മാസം എങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. ഇത് കെ സുധാകരൻ 2024 സെപ്റ്റംബറിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് ഇവർക്ക് 57 ലക്ഷം പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ജൂണിലാണ് മുണ്ടക്കൈ ചുരമുള്ള ദുരന്തം നടക്കുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് എത്ര ദൂരം? ഒന്നെങ്കിൽ ഇവര് നേതാക്കൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് നുണയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കണക്ക് നുണയാണോ? ഏതോ ഒരു കണക്ക് എവിടെയോ ഇവരെ കണക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്. ഇത്രയല്ലല്ലോ പൈസ വരേണ്ടത്. ഇപ്പോൾ KK ബഷീർ അലി പറയുന്നത് കണക്കിൽ ഉടായ്പില്ല എങ്കിൽ എത്രയോ മുമ്പ് തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കണക്ക് അവതരിപ്പിച്ചേനെ. ചർച്ചകൾ ഉയർന്നു വന്ന് അതിൻ്റെ പരകോടിയിലെത്തിയപ്പോഴാണ് ഈ കള്ളക്കണക്ക് പുറത്തു വിട്ടത്. ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി. പിന്നെ ഒരാളുടെ കമൻറ്റ്, ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരെല്ലാം ഇലക്ഷൻ ആയതുകൊണ്ട് ക്ഷമിക്കുന്നതാണ്. റിസൾട്ടിന് ശേഷം ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. ജയകുമാർ പറയുന്നു, CMDRFന് കൊടുക്കരുതെന്ന് പറഞ്ഞ് പൊതുജനങ്ങളിൽ നിന്ന് ഇത്രയും വലിയ പിരിവ് നടത്തിയിട്ട് വെറും 5 കോടി രൂപയോ, ബാക്കി എവിടെ പോയി? അതിലൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവര് ഭയങ്കരമായിട്ട് ആഹ്വാനം നടത്തിയിരുന്നല്ലോ ഈ CMDRFലേക്ക് സംഭാവന ചെയ്യരുത്, ഞങ്ങൾ KPCC കോൺഗ്രസ് സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. ഇപ്പോൾ വന്ന 2 കമന്റുകൾ വായിക്കട്ടെ. ഇതിൽ സംഭാവനയായി കാശ് കൊടുത്ത ആരെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ച് കോടതിയെ സമീപിച്ചാൽ തീർന്ന് കേരളത്തിലെ കോൺഗ്രസ്. പിന്നെ നടക്കാൻ പോകുന്നത് ഒന്നാന്തരം പൊട്ടിത്തെറികളായിരിക്കും. ഇമ്മാനുവൽ കാസ്മൽ എന്ന് പറയുന്ന ഒരാളാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു ഷിഞ്ചു ഐസക്കിന്റെ കമന്റ്, 10 കൊല്ലമായി ഭരണത്തിന് പുറത്തിരുന്നിട്ടും അഴിമതിയുടെ കാര്യത്തിൽ ഇവർക്കൊരു മാറ്റവുമില്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ദുരിതാശ്വാസ നിധിയിൽ അഴിമതി നടത്തുന്നവർ നാളെ ഭരണം കിട്ടിയാൽ നാട് മുച്ചൂടും മുടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കമന്റുകൾ മൊത്തം അങ്ങനെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. ഇല്ലല്ലോ, എങ്ങനെ ന്യായീകരിക്കാനാണ്? ഇവരെ ഒന്നുമില്ലെങ്കിൽ ഈ CMDRFലേക്ക് ആളുകൾ അയക്കാനിരുന്ന പണം മുടക്കിയ ആൾക്കാരാണ്. അപ്പം ഒന്നുമില്ലെങ്കിൽ അവർ അതിനകത്തേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ കണക്കുകൾ ബോധിപ്പിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഈ കണക്കുകൾ അത് കൃത്യമായിട്ട് സർക്കാർ വഴി തന്നെ ആ സംവിധാനത്തിൽ സർക്കാരിനോട് അതിന്റെ കണക്ക് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇവർക്ക് സ്വന്തമായിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ കണക്കുകൾ ഇത്ര കോടിയാണോ അങ്ങനെ ചോദിച്ചിട്ട് വിശദമായിട്ടൊരു പോസ്റ്റ്. ഇപ്പൊ അവിടെ കൂടെ എത്തുന്നില്ല എന്ന് തോന്നുന്നു ഇവര് പറയുന്ന കണക്ക് വെച്ചിട്ട്. കണക്ക് എവിടെ എത്തുന്നില്ല എവിടെ എത്താത്ത ഒരു കണക്ക് പറയുമ്പം ഇപ്പം സുധാകരനൊക്കെ പറയുന്നതാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞ പോലെ സെപ്റ്റംബർ 4 വരെ അവരിട്ടതിൽ 57 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി അടക്കം കൊടുത്ത പൈസയുടെ കണക്ക് വെച്ചിട്ടാണ് അവർ പറയുന്നത് 57 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് അന്ന് പറയുന്നു. പിന്നെ ഈ കോൺഗ്രസ് നേതാക്കളും സംഘടനകളും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും ഉൾപ്പെടെ 3 കോടിയിലധികം പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഇതൊരു 5 കോടിയിൽ നിൽക്കുന്ന കണക്കൊന്നും അല്ല. ഇവർ പറയുന്ന തരത്തിൽ ആയിരിക്കും. അതായത് നമ്മൾക്ക് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ പോലും അതായത് ഇത് ഇവരുടെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് കൃത്യമായൊരു കണക്ക്. അതിനിപ്പോൾ എന്ത് സംഭവിച്ചാലും തെറ്റ് പറ്റിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റി. ഓർമ്മ വരുന്ന ആ സിനിമയാണ്
ആ ജഗതി ശ്രീകുമാറും കുതിരവട്ടം പപ്പും കൂടെ നേതാജി ക്ലബില് കുതിരവട്ടം പപ്പു കണക്കവതരിപ്പിക്കുന്നത്. അതെ. ഇതിനകത്തെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റേ അതെ, യൂത്ത് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് ഏറെക്കുറെ ഒരു 2200 മണ്ഡലം കമ്മിറ്റികളുണ്ട്, 2110 മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഈ ഇതിന് പിരിക്കുന്ന സമയത്ത് ഓരോ മണ്ഡലം കമ്മിറ്റിയോടും 25,000 രൂപ വെച്ചിട്ടാണ് പിരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഈ പിരിച്ചിട്ടില്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് വലിയ വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഈ പറഞ്ഞ പോലെ ഇത് പിരിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ടാവും. എന്നാൽ കൂടിയും ഈ ഇത്രയും മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് 25,000 രൂപ പിരിഞ്ഞു കിട്ടിയാൽ തന്നെ ഏറെക്കുറെ ഒരു 5 കോടിക്കടുത്ത് വരും. അപ്പൊ ഈ 5 കോടിയുടെ കണക്ക് അവിടെ നിൽക്കുക. ഇനിയിപ്പോ ഇത്രയും പേരൊന്നും പിരിച്ചു കൊടുത്തില്ല എന്ന് വിചാരിക്കുക, എന്നാൽ കൂടിയും ഒരു ചുരുങ്ങിയത് ഒരു 3 കോടിയെങ്കിലും വരില്ലേ? ഇല്ലേ? എന്നിട്ട് ഈ കോടികളുടെയൊക്കെ കണക്ക് എവിടെ പോയി? ഇത് ആ സ്ഥാനത്താണ് ഇപ്പോൾ 1 ചില്ലറ കോടി മാത്രം പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത്. അതിനിപ്പോ ഇത് പിന്നെ വീട് വെക്കാനുള്ള പണം ഇവർക്ക് ഇനി AICC മേടിച്ചിട്ട് വേണം വീട് വെക്കാൻ എന്നാ അവര് പറയുന്നത്. പക്ഷെ അഷർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആപ്പിൽ ഇത്രയും റിഫ്ലക്ട് ആയിട്ടുള്ളൂ, ബാക്കി ചെക്ക് മുഖേനയാണല്ലോ അങ്ങനെ ആപ്പിൽ ഇത്രയും റിഫ്ലക്ട് ആയിട്ടുള്ളൂ. ചെക്ക് വഴി കൊടുക്കുന്നത് ബാങ്കിൽ കൊണ്ടുകൊടുത്ത് അതിന്റെ കണക്ക് ആപ്പിൽ ലേറ്റ് ആയിട്ട് വരുമെന്നാ പറഞ്ഞത്. വൈകി വരുമെന്ന് എത്ര വർഷമാണ് അത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വരേണ്ടതാണ്. അവിടെയാണ് ഈ പറഞ്ഞ കണക്കുകൾ മിസ്മാച്ച് ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉടനെ ഒന്ന് അവരെ ഒരു വീട് പണി തുടങ്ങാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമോ ആദ്യം ഇവരുടെ ഉള്ളിലുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ അവരൊന്ന് കണക്ക് കൂട്ടിക്കുഴച്ച് പിന്നെ അതിന്റെ ഒരു ഹരിച്ചും കുണിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. എനിക്ക് പ്രതിപക്ഷ നേതാവ് ഇന്നീ പിന്നെ അതിനുശേഷം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും സുധാകരനും കൂടി പൈസ എടുത്തു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ വിഷമാണ് തോന്നുന്നത്. ആ ആപ്പിൽ നിന്ന് ഇവര് രണ്ടുപേരും കൂടെ പൈസ എടുത്തു. ആരോടാണ് കയറിവെക്കുന്നത്? ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയയും ഇവരുടെ ഫണ്ട് പിരിവിനെ പറ്റിയിട്ടുണ്ടായില്ല. ഇവർക്ക് വലിയ സംഘടനാ ശേഷിയുള്ള പാർട്ടി, വലിയ പിന്നെ ജനപിന്തുണയുള്ള പാർട്ടി, ഇവർക്ക് ഒരാൾ ഒരു 500 രൂപ കൊടുത്താലും 5 ലക്ഷം രൂപ കൊടുത്താലും അത് രേഖയാക്കണമെന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണോ ഇത് മനസ്സിലാവുന്നത്? അതാലോചിക്കുന്നത്. ഇവര് ഇനി സർക്കാർ രൂപീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവരെങ്ങനെ ഡീൽ അല്ല, അത് നമ്മൾ കമന്റുകളിൽ വരുന്ന ചോദ്യങ്ങൾ അത് അങ്ങനെ തന്നെയാണല്ലോ. ഒന്നാമത് ഈ അഴിമതി ആരോപണം ഉള്ള ഒരു അതങ്ങനെ ഒരു കളങ്കമായിട്ട് കിടക്കുമ്പോൾ അതും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അത് അഴിമതി ആരോപണം നേരിടുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം, കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അതെ, നമുക്ക് 2 കമന്റുകൾ വന്ന രണ്ടും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞു. അവസാനിപ്പിക്കാം. വയനാട് ഫണ്ടിനായി പിരിച്ച ഫണ്ട് 5.38 കോടിയാണെന്ന കണക്ക് ഏപ്രിൽ 4-ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരസ്യപ്പെടുത്തിയതാണ്. എന്നാൽ കണക്കിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും ബഹുജന സംഘടനകളും മാത്രം നൽകിയത് 3.25 കോടി രൂപയാണെന്നാണ് പുറത്തു വന്ന കണക്ക്. ആപ്പ് വഴി കിട്ടിയത് 3.78 ലക്ഷം രൂപയെന്ന് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കമ്പനിയും വ്യക്തമാക്കി. ഇതിനു പുറകെ ചെക്ക് മുഖേന ലഭിച്ച തുകയുമുണ്ടെന്നാണ് വിവരം. കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് വോട്ടർമാർ കൂടിയായ ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ വിഷയത്തിൽ കോൺഗ്രസ് വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.